ലോക ജനതയെ തന്നെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ തെമ്മാടിത്ത രാജ്യം അവരുടെ ക്രൂരതകൾ തുടരുകയാണ്. ഗസ എന്ന് പറയുന്ന പലസ്തീനിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സിറ്റി അവർ പിടിച്ചെടുക്കുവാൻ വേണ്ടി അവിടുത്തെ ജനങ്ങളോടെല്ലാം അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി അന്ത്യശാസനം നൽകിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവിടെ അവശേഷിക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം അവർ ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ടും മിസൈലുകളിലൂടെയൊക്കെ ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം, പലസ്തീൻ വിഷയം എത്രയോ നാളുകളായിട്ട് ലോകത്തിന് മുന്നിൽ തീയായി നിൽക്കുന്നൊരു വിഷയമാണ്. സ്വന്തം രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സാനിസ്റ്റ് രാജ്യം ആ പലസ്തീനിയൻ ജനതയ്ക്ക് മേലെ നിരായുധരായിട്ടുള്ള പലസ്തീനിയൻ ജനതയ്ക്ക് നേരെ അവർ കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് എല്ലാവിധ ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറു രാജ്യം അമേരിക്ക എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണക്കാരായിട്ടുള്ള തങ്ങളുടെ ബിസിനസ് ആയുധ വ്യാപാര സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ കഴിഞ്ഞുപോയ നാളുകളിലൊക്കെ ഉണ്ടായ വിഷയങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഒത്താശയോടുകൂടി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക പ്രതിഷ്ഠിച്ച ഒരു ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ. ആ രാജ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള പലസ്തീനിയൻ ജനതകളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവർക്കെതിരെ നടത്തിയ ക്രൂരകൃത്യങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല. സഹികെട്ടാണ് ഹമാസ് എന്ന് പറയുന്ന അവിടുത്തെ സായുധ പോരാളികൾ അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം ഹമാസിനെ തുറച്ചു നീക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ട് ഇത്രയും വലിയ ആയുധ ശക്തിയുള്ള ഒരു രാജ്യമായ ഇസ്രായേലിന് ഒരു ദിവസം കൊണ്ട് ഹമാസിനെ തുറച്ചു നീക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ഇന്ന് ഏകദേശം 1.5 വർഷത്തോളം ആവുകയാണ് ഇസ്രായേൽ അവിടെ ആക്രമണം തുടങ്ങിയിട്ട്. നാളിതുവരെ ഹമാസിനെ തുടച്ചു നീക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കാൻ പോലും അവർക്കായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഇത്രയും നാളും ദീർഘമായ യുദ്ധം നയിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ സൈനികർക്കിടയിൽ പോലും ഭിന്നാഭിപ്രായം ഉണ്ടായിക്കൊണ്ട് ബന്ദികളടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സമരം നടത്തുകയാണ്. ഈ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളിയായി മാറിക്കഴിയും. ഓൾറെഡി UN അടക്കം ലോകരാഷ്ട്രങ്ങളടക്കം അയാളെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം UN മനുഷ്യാവകാശ സംഘം നടത്തിയ പഠനത്തിൽ ഇസ്രായേൽ വളരെ ആസൂത്രിതമായിട്ടുള്ള മനുഷ്യഹത്യയാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് UN റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ നാളുകളിൽ ലോകം മുഴുവൻ ഇസ്രായേലിനൊപ്പം നിന്ന്, ഇസ്രായേലിനെ സപ്പോർട്ടായി നിന്ന്, അമേരിക്കയ്ക്കൊപ്പം നിന്ന ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ഇന്ന് എതിരായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പലസ്തീൻ UN നടന്ന കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ നടന്ന സബ്മിറ്റിൽ 142 രാജ്യങ്ങളാണ് പലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. പലസ്തീൻ രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ട് വോട്ട് ചെയ്തത് 142 രാജ്യങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും അടക്കം അർജൻറ്റീന അടക്കം 10ഓളം രാജ്യങ്ങൾ മാത്രമാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് എതിർത്ത് വോട്ട് ചെയ്തത്. അർജൻറ്റീനയുടെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫുട്ബോൾ ആരാധകരുള്ള രാജ്യമാണ് അർജൻറ്റീന എന്ന് പറയുന്നത്. പക്ഷേ അർജൻറ്റീന ഈ ക്രൂരകൃത്യങ്ങൾക്കൊപ്പമാണ് എന്നുള്ളൊരു ദുഃഖകരമായ സംഭവമാണ് ഇതോടുകൂടി നമുക്ക് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പം ഗാസ സിറ്റി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും ഗസയെ തങ്ങൾ ഏറ്റെടുക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതോടൊപ്പം തന്നെയാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം. നമുക്കറിയാം, ലോകത്ത് ഒട്ടുമിക്ക വിഷയങ്ങളും, അഫ്ഗാനിസ്ഥാനിലുണ്ടായ വിഷയങ്ങളടക്കം പല വിഷയങ്ങളിലും മധ്യസ്ഥ വഹിക്കുവാൻ നേതൃത്വം കൊടുത്ത രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഖത്തർ എന്ന് പറയുന്നത്. ആ ഖത്തറിൽ
ഇസ്രായേൽ കടന്നു കയറി ആ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ കൂട്ടാളിയായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഗുണ്ടയായിട്ടുള്ള ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊല്ലുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ ഒരു സാമാന്യ ബോധം, നീതി എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യം കടന്നു കയറുവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയുടെ സൈനിക താവളം അവിടെ ഖത്തർ അനുവദിച്ചത് തന്നെ ഒട്ടുമിക്ക എല്ലാ മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അതെല്ലാം അവർ അനുവദിച്ചത് തന്നെ അവരുടെ സ്വന്തം സുരക്ഷയ്ക്ക് കൂടി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾ അവിടെ അനുവദിപ്പിച്ചത്. എന്നാൽ ആ ഖത്തറിലാണ് ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തിയത്. അതിൽ തൊട്ടുടനെ അമേരിക്ക പുറത്ത് പറഞ്ഞത് എന്താണ്? അമേരിക്കയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ നമ്പർ 1 ക്രിമിനൽ എന്ന് തന്നെ പറയാവുന്ന ഒരു ഭരണാധികാരി നമ്മുടെ ഇന്ത്യയോടടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആജ്ഞാനവർത്തികളാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു അരക്കിറുക്കനായ ഒരു പ്രസിഡൻ്റായിട്ട്, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, അയാളുടെ മൗനാനുഭവത്തോടു കൂടി തന്നെയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അതേ ദിവസം തന്നെ മറ്റ് 6ഓളം രാജ്യങ്ങളിൽ ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഇസ്രായേലിന് ആരാണ് അധികാരം കൊടുത്തത്? മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർത്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ വിധം അക്രമം നടത്തുവാൻ വേണ്ടി ഇസ്രായേലിന് സകല ഒത്താശകളും ചെയ്യുന്നത് അമേരിക്കയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അനുകൂലമായിട്ട് ലോകത്തിൻ്റെ ചിന്ത എന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്പെയിൻ അടക്കം, ജർമ്മനി അടക്കം, ഫ്രാൻസ് അടക്കം, ബ്രിട്ടൻ അടക്കം എല്ലാ സകല പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇന്ന് പലസ്തീൻ രാജ്യത്തിനനുകൂലമായിട്ട് UN വോട്ട് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ തന്നെ UN സംബന്ധിച്ച ചർച്ചകളും പലസ്തീൻ വിഷയം മാത്രം ചർച്ചയ്ക്ക് വരുന്നുമുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ടായിരിക്കണം ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ മരുമോനും ഈ ഒരു വിഷയത്തിൽ ഗസ എന്ന് പറയുന്ന ഏറ്റവും ടൂറിസ്റ്റ് സാധ്യതയുള്ള പ്രദേശത്തിൽ ഒരു കണ്ണുണ്ട് എന്നുള്ളത് ഇതിനോടകം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ്. അപ്പം ട്രംപും നെതന്യാഹുവും കൂടി പ്ലാൻ ചെയ്ത പ്രകാരം ഗാസയിലെ ജനങ്ങളെ ഏറ്റവും ജനസാന്ദ്രതയുള്ള 7 ലക്ഷത്തോളം 8 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയാണ് ഗസ എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ആ ഗസയിൽ നിന്ന് ജനങ്ങളെ കൂട്ടപാലായനം ചെയ്യുന്ന രീതിയിലേക്ക് ജനങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് വെള്ളം പോലും കൊടുക്കാതെ കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം. സമാനതകളില്ലാത്ത ലോകത്ത് ഇതിനു മുൻപ് ഒരു രാജ്യവും പോലും ഇതുപോലെ യുദ്ധസമയങ്ങളിൽ ഇതുപോലെ ക്രൂരതകൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, സോമാലിയ അടക്കമുള്ള, ഉഗാണ്ട അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി മൂലം ആളുകൾ മരണപ്പെട്ടത്, അവരുടെ എല്ലും തോലുമായ കോലങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാട് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഉണ്ടായതെങ്കിൽ ഇന്ന് ഭക്ഷണം കിട്ടാനും വെള്ളം കിട്ടാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടും സഹായിക്കാൻ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും കൈകൾ പലസ്തീനിലേക്ക്, ഗാസയിലേക്ക് വന്നിട്ട് പോലും അത് നിഷേധിച്ചുകൊണ്ട്, ഭക്ഷണം നിഷേധിച്ചുകൊണ്ട്, വെള്ളം പോലും കൊടുക്കാതെ ആ ജനങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആ ക്രൂരമായ വംശഹത്യ, ആ വംശഹത്യ ലോകത്തിന് മുന്നിൽ ഇന്ന് വലിയ വേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലെ ഭരണാധികാരികളടക്കം ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ശക്തമായിട്ട് ഇതിനെ അപലപിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ഈ ഒരു വിഷയത്തിൽ ക്രിയാത്മകമായിട്ടൊരു ഇടപെടൽ നടത്തുവാൻ വേണ്ടി ഇതുവരെ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സംഭവം. അപ്പം ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനുഷ്യത്വമുള്ളവർ ഇതിനകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ നിലപാട് എന്നും പലസ്തീൻ എന്ന രാജ്യം സ്വതന്ത്രമായി നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മഹാരാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ അടക്കമുള്ള 142 രാജ്യങ്ങളാണ് UN പലസ്തീൻ രാജ്യത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, ചില പ്രത്യേക ചിന്താഗതിയുള്ള ആളുകൾ, അവർ പലസ്തീനിൽ ആ ജനങ്ങളെ മൊത്തം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് താഴെ വന്നിട്ട് അവർ തീവ്രവാദികളാണ്, അവർ നശിക്കട്ടെ, അവരെ കൊല്ലപ്പെടണമെന്ന് പറയുന്ന രീതിയിൽ വളരെ ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളായിട്ട്, അത് കുട്ടികളെയും സ്ത്രീകളെ അടക്കം ഭക്ഷണം പോലും നൽകാതെ നൂറുകണക്കിന് ആളുകളെയാണ് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന ആളുകളെ അടക്കം വെടിവെച്ച് കൊന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടു.
അത്രമാത്രം ക്രൂരത കാണിക്കുന്ന ഈ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന നികൃഷ്ട ജീവികളായിട്ടുള്ള നികൃഷ്ട മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടോ എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെയാണ്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഈ ഒരു വിഷയം ലോകത്തിൻ്റെ സമാധാനത്തിന് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിന് ഏറ്റവും ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. നമുക്കറിയാം പല രാജ്യങ്ങൾ ഇറാഖിലെ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന അറേബ്യൻ മേഖലയിലെ ധീരനായ ഭരണാധികാരിയെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വകവരുത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. അവിടെ സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ രാസായുധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖിൽ ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ കൊന്നത്. അവസാനം അന്ന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ തന്നെ പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്, അവിടെ രാസായുധം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ പല രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ഇന്ന് താലിബാനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി കാരണക്കാരാരാണ്? അമേരിക്ക തന്നെയാണ്. അമേരിക്ക അവിടെ തമ്പടിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക ക്യാമ്പ് അവിടെ താവളം ചെയ്തുകൊണ്ട് ഏതെല്ലാം രീതിയിൽ അവിടെ അവർ നോക്കിയിട്ട് പോലും പിന്നെ അവസാനം അവരുടെ താലിബാൻ്റെ കൈകളിലേക്ക് ഭരണം കൈമാറിയിട്ട് അവർ അവിടെ വിട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ജപ്പാനടക്കം വിയറ്റ്നാം അടക്കം അവിടങ്ങളെല്ലാം ഉണ്ടായ യുദ്ധത്തിന് പിന്നിൽ ആരാണ്? അമേരിക്കയാണ് പ്രവർത്തിച്ചത്. അപ്പം പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്തിന് ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അമേരിക്കയും ഇസ്രായേലും എന്ന് പറഞ്ഞ രാജ്യങ്ങൾ. അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, ആയുധ വ്യാപാര താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. എണ്ണയും അതുപോലുള്ള മറ്റുള്ള ബിസിനസ്സുകൾ മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. ഇങ്ങനെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾക്കിടയിൽ അനീതികരമായിട്ട് ഒരു നീതിരഹിതമായ സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൻ്റെ വിഷയത്തിൽ തന്നെ നമുക്കറിയാം, ഖത്തർ അടുത്ത സമയത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സംവിധാനമുള്ള ഹൈപ്പർ വിമാനം സഞ്ചരിക്കുന്ന കൊട്ടാരം, ആകാശ കൊട്ടാരം എന്ന് പറയുന്ന ആ ഒരു വിമാനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഖത്തർ അമീർ അടുത്ത സമയത്താണ് സമ്മാനിച്ചത്. ആ ഖത്തറിനോടാണ് ഈ ഒരു അക്രമം കാണിക്കാൻ വേണ്ടി അമേരിക്ക മൗനാനുവാദം ഇസ്രായേലിന് കൊടുത്തതെന്ന് ആലോചിക്കണം. അപ്പം ഇന്ന് ലോകത്ത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ട് രാജ്യങ്ങളായിട്ടും ഭരണാധികാരികളായിട്ടും അമേരിക്കയും ഇസ്രായേലും മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ വളരെ ദുഃഖകരം തന്നെയാണ്. എത്രയും വേഗം തന്നെ ഇത് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ തെമ്മാടി രാഷ്ട്രങ്ങളിലെ തെമ്മാടിത്തരങ്ങൾക്ക് അറുതി വരുത്തുവാൻ ലോകത്തിന് സാധിക്കട്ടെ, അതിനുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.